ആദ്യം നിങ്ങളുടെ കയ്യിൽ കുറച്ച് വരുമാനം കയ്യിൽ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ ഇന്ന് നമുക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ നാളത്തെ ആവശ്യം, അത് ഇന്നത്തെയും കൂടെ ആവശ്യമാണെന്നുള്ളൊരു ബോധം, അതിനുശേഷം അനാവശ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ മനുഷ്യരല്ലേ, കുറച്ച് അനാവശ്യമൊക്കെ ആവശ്യമാണ്, പക്ഷെ എങ്കിലും അത്യാവശ്യം, ആവശ്യം, അത് കഴിഞ്ഞിട്ട് അനാവശ്യം. ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്ത് കുറേ അസറ്റ്സ് ഉണ്ട്, ആസ്തികളുണ്ട്, പക്ഷെ കയ്യിൽ പണമില്ല. ഇപ്പൊ ഞാനൊരു ഫാമിലിയെ കണ്ടു, അവർക്ക് കുറേ ഭൂമിയുണ്ട്, പക്ഷെ മകന് മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയ സമയത്ത് അച്ഛന് ഫീസ് കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. മറുഭാഗത്ത് ചിലരുണ്ട്, അവരുടെ കയ്യിൽ കൂടെ കുറേ പണം ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, ആസ്തികളൊന്നുമില്ല. ഞാൻ ഇവരെയൊക്കെ പാവപ്പെട്ട പണക്കാരെന്നാണ് വിളിക്കുക. അപ്പൊ ഈ ഒരു പാവപ്പെട്ട പണക്കാരാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പല തരത്തിലുള്ള ആസ്തികളിലേക്ക് നമ്മൾ നമ്മളുടെ ഡിവൈഡ് ചെയ്യണം. അതായത് നമുക്ക് ഇൻകം തരുന്ന ആസ്തികളാവണം, നമുക്ക് ഗ്രോത്ത് കിട്ടുന്ന ആസ്തികളാവണം, നമുക്ക് ലിക്വിഡിറ്റി ഉള്ള ആസ്തികളും ആവണം. ആ രീതിയിൽ ശരിയായ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റിൽ എത്ര ഇട്ടാൽ എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഓക്കെ.